മക്കളുടെ ആ വീട്ടിൽ താമസിക്കണം. പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേടേ ശരിയാക്കി തരാമെന്ന്. ഡേയ്, ആ മൂത്ത കൊച്ച് നിന്റെ തന്നെയാടേ. വായി തോന്നണം പറഞ്ഞോണ്ടല്ലോ, അടിച്ചിൻ്റെ ഷേപ്പ് മാറ്റിക്കളയും. അടങ്ങടങ്ങടേ, നിനക്ക് നാട്ടിലുള്ളവരെല്ലാവരും നിനക്കളക്കല്ലേ. നിന്നെ നടന്നപ്പോൾ നിനക്ക് സഹിക്കണില്ലേ? അത് വിട്, നീ സാധനം എടുക്കാൻ പറ. ചേട്ടത്തി എന്താണ്? സിനിമ അല്ല, ജോലി ചെയ്യുന്നതാ. ഇതിൽ കൂടി ജോലി ചെയ്യാനൊക്കെ പറ്റുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ പഠിക്കണമെങ്കിലും പഠിപ്പിക്കണമെങ്കിലും ഇതേ പറ്റൂ. ജയമേ, ഞാൻ പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം. നീ ഒറ്റയ്ക്ക് പോണ്ട. നന്ദു, എന്തരോ ചേച്ചാ? നീയും കൂടി ചേച്ചിട്ട് പോയിട്ടാ? മോൾ ഒറ്റയ്ക്കല്ലേ? എവിടെ പോയി? എന്നെ കൊണ്ടൊന്നും വയ്യ. ജയമേ, വാസ്മാമന്റെ വീട് താഴെ കണ്ടോ? അയ്യോ, ഞാൻ വരാം. ഞാൻ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഡ്രസ്സൊന്നും മാറ്റണ്ട, നീ ഇവിടെ പോയിട്ടോ. വാസുവിന്റെ വീട് നീ എന്തിനു ചോദിച്ചേ? ആ, അത് ജയമേ, ആ മാമന്റെ മോള് അവളെയും കൂടി വിളിക്കാൻ വിചാരിച്ചു. ഇവിടെ തന്നെ താഴെ. ഞാൻ കാണിച്ചു തരാം. നന്ദു കാണിച്ചു തരും. നന്ദു, വാ പോവാം. എടി വീപ്പക്കുറ്റി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരട്ടെ, കാണിച്ചു തരാം. പാടി. നീ എന്തിനാണ് എപ്പോഴും ചേച്ചിയുടെ ഗുസ്തി പിടിക്കണേ? അമ്മയെ പോലെ തന്നെ ചുന്ദരിയാവളും. ഞാൻ പേടിച്ച്. എന്തിന്? അല്ല, ചേച്ചിയാണെങ്കി വാസുവാമന്റെ വീട്. വീട്? അല്ല, വീട് അതാണെന്ന് പറയായിരുന്നു. ആ കുട്ടിയുടെ പേര് മറന്നോയല്ലോ. ദേവി. ആ, ദേവി ദേവി ദേവി. എടാ, മാമൻ ഇവിടെ ഉണ്ട്. നമ്മൾ നടക്കാൻ ഇറങ്ങിയതാ. നീ വരുന്നോ? അച്ഛനോട് ചോദിച്ചിട്ട് വരാം. എന്താ മോളെ? മാമ, ഞങ്ങളൊന്ന് ഇവിടെയൊക്കെ കാണാൻ ഇറങ്ങിയതാ. ദേവി കൂടെ വിടുവോ? മോള് പോണാ? സൂക്ഷിച്ച് പോണേ. ശരി അച്ഛാ. എടാ ചെറുക്ക, ഒരെണ്ണം ചറക്കി വീഴരുത്. ഞാൻ നോക്കിക്കോളാം മാമ. ചേച്ചി ഒന്ന് പ്ലീസ് ചേച്ചി. കൂടുതൽ ഒലിപ്പിക്കല്ലേ.